ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ ഒക്കെ ചങ്ങാതിയോ ആരിഫ് ഹുസൈൻ, താങ്കൾക്ക് പറഞ്ഞത് പൂർത്തിയാക്കാം. ഇത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കുന്നത് ശരിയല്ല. നഞ്ചെന്തിനാണ് നന്നാഴി എന്ന് പറയുന്ന മാതിരി ഇതൊക്കെ വളരെ കുറച്ച് മതി. അവരുടെ ഇൻഫ്ലുവൻസ് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അതൊരു അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. പുറത്ത് കാണാത്തത് കൊണ്ട് നിങ്ങളതില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് ആയിട്ട് മാറും. അതോടൊപ്പം തന്നെ ഈ തരം സംഗതികൾ ഈ ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റുകളെയും അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് അത് അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന വഴിയാക്കി മാറ്റുന്ന രീതിയെ നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ ഇവരൊരു യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് എന്നത് ഒരു ആഗോളതലത്തിൽ തന്നെ നിരീക്ഷിക്കപ്പെട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ അത് ഇനിയെങ്കിലും ഇടതുപക്ഷം തിരിച്ചറിയണം. ഇവിടെ നമ്മളുടെ കരീം ക പറഞ്ഞത് അല്ലെങ്കിൽ എക്സംപ്ലിഫൈ ചെയ്തത് ആ ഒരു ടേമിനെ തന്നെയാണ്. യൂസ്ഫുൾ ഇഡിയറ്റ് ആയിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. യെസ്, ഓക്കെ. നസീർ പറഞ്ഞോളൂ. ഇപ്പൊ വ്യക്തമായെന്ന് തോന്നുന്നു, കാരണം വിഷം കുറച്ച് മതി. അങ്ങക്ക് എന്താണ് ഇത്ര ഒരു ആകുലതയും വ്യാപലാതിയും? അങ്ങ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരകനാണോ ഈ ബഹുമാന്യനായ ഡോക്ടർ ആരിഫ് ഹുസൈൻ അവർ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണോ, അത് പ്രചാരകനാണോ? അതെൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഹൽക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രവർത്തകനാണ്. നിങ്ങളപ്പോൾ ചാരപ്രവർത്തനം ചെയ്യുന്നില്ലല്ലോ. സാറേ, ഞാൻ പറയട്ടെ, നിങ്ങൾ ചാരപ്രവർത്തനം ചെയ്യുന്നുവെന്ന് എനിക്കിപ്പോൾ വളരെ വേദനയോടെ പറയേണ്ടി വരും. അങ്ങ് എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരകനാണോ? നിങ്ങൾ എത്രത്തോളം ഇങ്ങനെയെന്ന് പറയാൻ. അവരെ ഒന്നും നമ്മൾ ഈ പൊതുസമൂഹത്തിൽ അംഗീകരിച്ചിട്ടില്ല ഡോക്ടർ ആരിഫ് ഹുസൈൻ സാർ. നമ്മളെന്തിനാണ് അവരെ എത്ര ഉയർത്തി കാണിക്കുന്നത്? അതല്ലേ വളരെ വ്യക്തമായല്ലേ സഖാവ് ഇളമരം കരീം അദ്ദേഹം പറഞ്ഞത്? സാറേ, അത് ഇളമരം കരീം അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇവർക്കൊന്നും മറുപടി പറയാൻ ഇടതുപക്ഷത്തിന് നേരമില്ല. അവര് വികസനത്തിന്റെ പ്രവർത്തനമായിട്ട് കേരള വികസന നിങ്ങൾ ഉയർത്തി കാണിക്കണ്ട എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ നേതാവ് ഇളമരം കരീം പറഞ്ഞത്. അത് നിങ്ങൾ എത്ര വേദനപ്പെട്ടു? വലിയ ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി വലിയ വിപത്താണ് എന്ന് പറഞ്ഞവരാണ് ഇപ്പോ അതൊക്കെ വിഴുങ്ങിയിരിക്കുന്നത്. ഞാനൊരു കാര്യം, എക്കാലത്ത് എൻ്റെ പൊന്ന് നമ്പ്യാർ സാർ, എക്കാലത്തും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടതുപക്ഷ എക്കാലത്തും ന്യൂനപക്ഷ മുസ്ലിം വർഗീയതയും ഹിന്ദുപക്ഷ ഭൂരിപക്ഷ വർഗീയതയും തള്ളി പറഞ്ഞിട്ടുണ്ട്, തള്ളി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ലോക്സഭയിൽ ഒരു സീറ്റാണ്, ഒരൊറ്റ MP സീറ്റാണ് അവർക്ക് കിട്ടിയത്. എന്തുകൊണ്ട് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ 5, 6, 8, 10, 12 MP കിട്ടുമായിരുന്നല്ലോ. അതുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിച്ചു. ആരിഫ് ഹുസൈൻ, പെട്ടെന്ന് എനിക്ക് മറ്റു രണ്ട് രീതികളിലേക്ക് പോകണം. ഓക്കെ, സോറി. അതായത് ഇത് വളരെ സിമ്പിൾട്ടൺ ആയിട്ടുള്ള ഒരു തരം വാദമാണ്. ഞാൻ ഇതിന്റെ വക്താവാണോ? ഞാനിവിടെ പേരിന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ് മുസ്ലിം. ഇനി അദ്ദേഹത്തിന് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാണ്, പല എക്സ് മുസ്ലിങ്ങളും ഇന്നും ഈ ജമാഅത്ത് ഇസ്ലാമിയിലുണ്ട്. അവര് ചാരപ്രവൃത്തി നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇയാൾ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയുന്നത്. പ്രചാരകനായും പ്രവർത്തകനായും താങ്കൾ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ആഴത്തെ താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. ഞാൻ പണ്ട് അതിലുണ്ടായിരുന്നു, അതിന്റെ ഹൽക്കയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇന്നും പല എക്സ് മുസ്ലിങ്ങളും അതിനകത്തുണ്ട്. ഇപ്പോഴും അവർ നമുക്ക് വിവരങ്ങൾ തരുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ കാര്യം. ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുന്നു. സാറേ, അതിൽ ഒന്നിൽ പറഞ്ഞു, നിങ്ങൾ ഈ എക്സ് മുസ്ലിം പറഞ്ഞിട്ട് നിങ്ങൾ ഈ മുസ്ലിം വെച്ചുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചങ്ങ് പോകുന്നത്. പേര് പോലെ താങ്കൾ മാറ്റാൻ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത് താങ്കൾ വിചാരിക്കും ബഹുമാന്യ പേര് മാറ്റി കഴിഞ്ഞാൽ വെറുതെ തനി ജിഹാദി ആവല്ലേ? അതിനുള്ള ഉത്തരം എനിക്കുണ്ട്. നിങ്ങൾ പറയും മുഹമ്മദ് നബി ഇസ്ലാമിലേക്ക് വന്നപ്പോ മുഹമ്മദ് നബി പേര് മാറ്റിയിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ പറയൂ മുഹമ്മദ് നബി ഇസ്ലാമിലേക്ക് വന്നപ്പോ പേര് മാറ്റിയിട്ടുണ്ടോ? ഇല്ലേ? മുഹമ്മദ് നബി ഇസ്ലാമിലേക്ക് വന്നപ്പോ പേര് മാറ്റിയോ? ഇല്ലല്ലോ. മാത്രമല്ല അറബി ഭാഷ ഒരു മുസ്ലിമിന്റെ തറവാട്ട് സ്വത്തല്ല. ഓക്കെ, അറബി ഭാഷ ഒരു മുസ്ലിമിന്റെ തറവാട്ട് സ്വത്തല്ല. അതൊക്കെ നിങ്ങൾ വല്ല മദ്രസയിലും പറയൂ. അത് നിങ്ങൾ മദ്രസയിൽ പറഞ്ഞാൽ മതി. അത് ഇവിടെ എടുക്കില്ല. ഞാൻ എന്റെ പേരിൽ തന്നെ ഇവിടെ ഇരിക്കും. ആരിഫ് ഹുസൈൻ തെരുവത്ത് തന്നെ പറഞ്ഞു ഇവിടെ ഇരിക്കും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി. വ്യക്തിപരമായ പരാമർശം വേണ്ട പ്ലീസ്. വിഷയത്തെ സംസാരിക്കാം. ഒരു മിനിറ്റ് വേദനിപ്പിക്കാൻ പറയുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക് വരാം. ഒരു മിനിറ്റ്.